ഹലോ, ഹൈസം വ്ലോഗിന്റെ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ. നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ നിറമരദൂർ ശാന്തിനഗറിലുള്ള രഞ്ജിഷി നീതു ദമ്പതികളുടെ വീടാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവല്ലേ. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സും ഷോവോളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ജിയായിൽ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് പുറമേ നിന്ന് നോക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കൂടാതെ അവിടെ മുകളിലായിട്ടും ആ ഒരു വോൾസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു വോളായിട്ട് ഒരു വശത്ത് സിമെന്റ് ടെക്സ്ചർ ഡിസൈനും ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്ററിംഗ് ഡിസൈനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒത്തിരി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ നിങ്ങൾ ആദ്യം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ ഇതേ ആ വോളിലൊക്കെ ഉള്ള വിൻഡോസ് ഒക്കെ നോക്കുകയാണെങ്കിലും കുറച്ച് വലിയ വിൻഡോസ് കൊടുത്തതുകൊണ്ട് തന്നെ അത് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ വീടിന്റെ രണ്ട് സൈഡിലായിട്ടും നല്ല അടിപൊളിയായിട്ടൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. പൊതുവെ കാണുന്നതിൽ നിന്നും അത്യാവശ്യം നല്ല വീതിയിലാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വരുന്നത്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് കുഞ്ഞൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു പില്ലർ കാണാം. പില്ലറിലായിട്ട് മെറൂൺ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 478 165 സൈസിലാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 98 രൂപ വരുന്ന ക്രീമ മർഫിൽ കജാരിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് 3 സിമ്പിൾ ആയിട്ടുള്ള ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലെ സീലിംഗ് പോലും വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ആണ് വരുന്നത്. 2 വശത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. വോളിലായിട്ട് ഒരു വോൾ ലൈറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഡിസൈൻ ചെയ്ത ഡബിൾ ഡോർ ആണ് കേട്ടോ. മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈനിലാണ് കേട്ടോ ഡോർ വരുന്നത്. സ്റ്റീലിലെ 2 ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇനി എങ്ങനെയാ നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അങ്ങനെ നമ്മൾ ഇതേ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. 1405 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട്. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ നേരെ വരുന്നത് ഇതാ ഇവിടെ ഡൈനിങ്ങിലേക്കാണ്. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേ എന്റെ ഇടത് വശത്തായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 391-300 സൈസിലാണ് കേട്ടോ ഈ ഒരു ലിവിംഗ് വന്നിട്ടുള്ളത്. ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സോഫേന്റെ അറേഞ്ച്മെന്റ്സ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന സോഫയാണ് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഏകദേശം 40,000 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ബാക്ക് വോളിൽ 2 വശത്തായിട്ട് 2 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സോ അവിടെ ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഫുൾ കർട്ടൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സോഫക്ക് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ഒരു വലിയ ടീ ടേബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 8500 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ഇവിടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ട് തന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ പ്രെയർ ഏരിയ ആണ് കേട്ടോ. താഴെയായിട്ട് ഇതേ ഡ്രോയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇവിടെ TV യൂണിറ്റിന് മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ CNC കട്ടിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെയർ ആണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. ഇവിടെ ലിവിംഗിലെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ LED ലൈറ്റ്സും വരുന്നുണ്ട്. 478-456 സൈസിലാണ് ഈ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുഷനോട് കൂടിയിട്ടുള്ള ചെയേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ടേബിളും ചെയറും അടക്കം ഈ ഒരു സെറ്റിന് ഏകദേശം 50,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതുപോലെ ഫുൾ കർട്ടൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ടേബിളിന്റെ നേരെ ഈ ഭാഗത്ത് കാണുന്ന വോളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു ഷോക്കേസിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ചെറിയൊരു സ്ക്വയർ കട്ടിങ് വന്നിട്ട് ഉള്ളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ഒക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ടാണെങ്കിലും നമ്മൾ ദൂരെ നോക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് 2 ബെഡ്റൂമും. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ നേരെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കണ്ട ഷോക്കേസിന്റെ ഒരു ഏകദേശം ഒരു ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വാഷ് ഏരിയ വന്നിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു സ്ക്വയർ LED ലൈറ്റ് മിറർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കുഞ്ഞു ഷെൽഫ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് മൾട്ടിവുഡിൽ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് വൈറ്റ് ടൈലും അതിന് നടുക്കായിട്ട് വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ വാഷ് ബേസിന്. ഇവിടെ സീലിംഗും ഒത്തിരി മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 വശത്തു കൂടെയും 2 ലൈൻസ് ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് പോകുന്നുണ്ട്. നടുക്കായിട്ട് ഒരു വുഡൻ ടൈപ്പ് ഡിസൈനും കൂടാതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ നല്ല പ്രിറ്റി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഈ വീട് ഇത്രയും മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നഷ്മൽ ഡിസൈൻസ് നിർമ്മരുദൂരാണ് കേട്ടോ. കാണാൻ ഒത്തിരി ഭംഗി എന്നതിലുപരി നല്ല ക്വാളിറ്റി വർക്കാണ്. മസ്റ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഈ ഒരു ഭാഗത്തുള്ള ബെഡ്റൂം ആണ് നോക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 350 430 സൈസിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തൊക്കെ കുഷ്യനാണ് വരുന്നത്. 2 വശത്തായിട്ട് 2 സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ വോൾസ് ഒക്കെ വരുന്നത്. ഒരു കുഞ്ഞു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൈഡിലായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് ഇതുപോലെ ഫുൾ കർട്ടൻ തന്നെയാണ് കേട്ടോ. സീലിംഗും ഒത്തിരി സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. പിന്നെ ഈ വീട് മൊത്തത്തിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് 65,000 രൂപയാണ് കേട്ടാ. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഒരു ഒതുക്കത്തിൽ ഒരു സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട്. ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ 220 148 സൈസിലാണ് വരുന്നത്. ഇവിടെ ബാത്റൂം ഒക്കെ മൊത്തത്തിൽ സൊമാനി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. ടാപ്പും കാര്യമൊക്കെ വന്നിട്ട് ജാഗോറിന്റെ ആണ് കേട്ടാ. പിന്നെ ഈ റൂമിൽ ബാത്റൂമിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു അയൺ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ പോകുന്നത്. ഈ റൂമാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 492 364 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ നടുക്കായിട്ട് ഒരു ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യൻ വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വോൾ ലൈറ്റും സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും ആണ് വരുന്നത്. സീലിംഗ് നേരത്തെ കണ്ടില്ലേ, അതുപോലെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. $138 228 സൈസിലാണ് ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബെഡ്റൂം നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇവിടെ 4 ബെഡ്റൂംസും സെയിം ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ കോട്ട് അതുപോലെ വാർഡ്രോബ് മൊത്തത്തിൽ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് 75,000 രൂപയാണ് കേട്ടോ. അതിൽ ബെഡ് സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ലിവിങ്ങിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. ആ ഒരു കോർണറിലായിട്ട് തന്നെ ഹോളിലെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ആ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ 3 നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ബാത്റൂം വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഒതുക്കത്തിൽ നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെയർ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് മഹാഗണി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ ജിയായിലാണ് വരുന്നത്. ടോപ്പിലായിട്ട് വുഡൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ ഏരിയയിൽ ഫ്ലോറിലായിട്ട് ഒരു വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ നമുക്ക് നല്ലോണം വെന്റിലേഷൻ ഒക്കെ ഹോളിലേക്ക് കിട്ടുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വോളിലായിട്ട് 3 നിഷ് ഡിസൈനും കൂടാതെ സീലിംഗ് ഒത്തിരി ഭംഗിയായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് വരുന്നുണ്ട്. 225 250 സൈസിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ബെഡ്റൂം ഇതേ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഡോർ വന്നിട്ട് പുറത്തേക്ക് വലിയൊരു ബാൽക്കണി സെറ്റപ്പ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
അപ്പൊ നമ്മൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 492 364 സൈസിലാണ് വന്നിട്ടുള്ളത്. സെയിം ഡിസൈനിലാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടോക്കിയേ. $138 228 സൈസിലാണ് ഈ ബാത്റൂം. ബാക്കിയൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ ഏകദേശം സെയിം ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിസൈനും കാര്യമൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെഷ്മൽ അസോസിയേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട കേട്ടാ. ഇവിടെ 4 ബെഡ്റൂംസും നല്ല സൗകര്യത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബാത്റൂമും ഒട്ടും ഇടുങ്ങിയതല്ല കേട്ടോ. നല്ലോണം സൗകര്യം കൊടുത്ത് എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടാണ് കേട്ടോ ഓരോ ബാത്റൂമും വരെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇതേ പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസ് പോലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എൻഡിലായിട്ട് നമ്മൾ താഴ്ന്ന് കണ്ടില്ലേ ആ ഒരു GI റെയിലിങ്ങും കൂടാതെ ഇരിക്കാനായിട്ട് ഒരു കുഞ്ഞു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തെ വോളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒന്ന് ഇരുട്ടായിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ്സ് കൂടെ വരുമ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി ലുക്കാണ് കേട്ടാ. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഇന്റീരിയർ ഒക്കെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ടൈക്കോണിലാണ് കേട്ടാ. അങ്ങനെ ഫൈനലി വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ കിച്ചണിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 349 364 സൈസിലാണ് ഈ കിച്ചൺ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് L ഷേപ്പിൽ റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലായിട്ട് നാനോ വൈറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ടൈലാണ് കേട്ടാ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹോബും ചിമ്മിണിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫാബറിന്റെ ആണ്. ഏകദേശം 34,000 രൂപ ആണ് കേട്ടോ അതിനായിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റാക്കിന് താഴെ ആയിട്ട് ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവിടെ കിച്ചന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു ക്യാബിൻസിന്റെ ഒക്കെ ഒരു കളറും അതുപോലെ ടൈലിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടും അടിപൊളിയാണ്. ഏകദേശം 2 ലക്ഷത്തിനുള്ളിലാണ് കേട്ടോ ഇവിടെ ഈ കിച്ചന്റെ വർക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ വീഡിയോസിലൊക്കെ ആയിട്ട് അധികം പേരും കമന്റ് ചെയ്യുന്നതാണ് കിച്ചന്റെ ഈ കബോർഡ്സ് ഒക്കെ ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും തുറന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇഷ്ടമായ കമന്റ് ചെയ്യണേ. അപ്പൊ ഇതേ മുകളിലായിട്ടും ഇതുപോലെ വൈറ്റ് കളറിലാണ് ക്യാബിൻസ് വരുന്നത്. അതിന് മുകളിലായിട്ടും വരുന്നുണ്ട് കേട്ടോ. സ്റ്റോർ റൂം ഇല്ല എങ്കിലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിന്റെ ഇടയിലൊക്കെ ആയിട്ട് നോക്കി പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കിച്ചണിലേക്ക് വരുമ്പോഴേ അതൊക്കെ കാണാൻ. ഇവിടെ ഇതേ നടുക്കായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് കുഞ്ഞു വിൻഡോസ് ആണ് വരുന്നത് കേട്ടോ. അതിന്റെ ഈ എഡ്ജിലൊക്കെ ആയിട്ട് ഒരു ഗോൾഡൻ കളറിൽ ലൈൻസ് പോകുന്നത് കൊണ്ട് നല്ലോണം ലക്ഷറിയസ് ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കിച്ചണിലെ മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ ഇത് അടിപൊളി ആയിരിക്കും അല്ലേ. ഇവിടെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഈ കിച്ചൺ ഇത്രയും ഭംഗിയിൽ നിൽക്കുന്നതിൽ ഒരു മെയിൻ പങ്ക് ഈ വോളിൽ കൊടുത്ത ഈ ഒരു ടൈലിൽ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. 220 224 സൈസിലാണ് വരുന്നത്. നേരെ കാണുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട്. റാക്കിന് താഴെ ആയിട്ട് ഇതേ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വലിയൊരു സിങ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് ഇതേ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വോളിലായിട്ട് ഒരു റെയിലിംഗ് വരുന്നുണ്ട്. അതിലായിട്ട് നമ്മുടെ പാത്രം സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഈ ഒരു കുഞ്ഞു പാർട്ടീഷൻ കൊടുത്തിട്ട് അവിടെ ആയിട്ട് അടുപ്പ് വരുന്നുണ്ട്. നേരെ കാണുന്ന ആ ഒരു ഓപ്പോസിറ്റ് വോളിലായിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോക്കേസും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മനോഹരമായ വീടിന്റെ വിശേഷം? നിങ്ങൾക്ക് ഇഷ്ടമായോ? ആ നൈറ്റ് ലുക്ക് ഒന്ന് വന്നിട്ട് നോക്കിയെങ്കിൽ നല്ല ഭംഗിയില്ലേ? ഇതിൽ കാണുന്നതിലും അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മറ്റു വീഡിയോസ് കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.